നമസ്കാരം, ഇത് IBN മലയാളം. ഇന്ത്യയിലെ ബാങ്കുകൾ കോർപ്പറേറ്റുകളുടെ വായ്പകൾ എഴുതിത്തള്ളുന്നു എന്ന് പറഞ്ഞ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച കേരളത്തിലെ മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും ഇപ്പോൾ കാണാനില്ലല്ലോ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാങ്കുകളെ പറ്റിച്ച് മുങ്ങിയവരുടെ 22,280 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടെടുക്കുകയും ബാങ്കുകൾ ആ പണം നൽകുകയും ചെയ്തു എന്നാണ്. വിജയ് മല്യയുടെ 14,131 കോടി രൂപയുടെ സ്വത്തുക്കളും നീരവ് മോദിയുടെ 1,052 കോടി രൂപയുടെ സ്വത്തുക്കളും മെഹുൽ ചോക്സിയുടെ 2,565 കോടി രൂപയുടെ സ്വത്തുക്കളും ഇതിൽപ്പെടും. ഞാൻ ആകെ എടുത്തത് 6,203 കോടി രൂപയുടെ വായ്പയാണ്. പലിശയായ 1,200 കോടിയും ചേർത്ത് 7,403 കോടി രൂപ തിരിച്ചടയ്ക്കാനാണ് ഇന്ത്യയിലെ കോടതി വിധി. എന്നിട്ടും എന്റെ 14,131 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇന്ത്യൻ സർക്കാർ കണ്ടുകെട്ടി എന്ന് പറഞ്ഞ് വിജയ് മല്യയുടെ കരച്ചിൽ ട്വീറ്റ് വന്നിട്ടുമുണ്ട്. അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ ബാങ്കുകൾ കിട്ടാക്കടമായ വായ്പകൾ അഥവാ NPA ടെക്നിക്കൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാങ്കുകൾ കോർപ്പറേറ്റുകളുടെ കടങ്ങളെല്ലാം എഴുതിത്തള്ളി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി മുതലെടുപ്പ് നടത്തിയിരുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ചെറ്റത്തരം തുറന്നു കാട്ടുന്നതാണ് ഇന്നലത്തെ മന്ത്രിയുടെ പ്രസ്താവന. ടെക്നിക്കൽ റൈറ്റ് ഓഫ് എന്നാൽ കടങ്ങൾ എഴുതിത്തള്ളി എന്നല്ല, ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യാൻ ബാങ്കുകൾ നടത്തുന്ന അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണത്. ടെക്നിക്കൽ റൈറ്റ് എന്താണെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ 2016 അന്നത്തെ കേന്ദ്രമന്ത്രി കമ്മി നേതാവ് യെച്ചൂരിയെ പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. 2014 ഇന്ത്യയിലെ ബാങ്കിംഗ് രംഗം ഏതാണ്ട് തകർച്ചയുടെ വക്കിലായിരുന്നു. 10 വർഷം രാജ്യം ഭരിച്ചു മുടിച്ച കോൺഗ്രസ് സർക്കാർ നടത്തിയ അഴിമതികളുടെ ഭാരം പേറേണ്ടി വന്നത് ബാങ്കുകളായിരുന്നു. ഇഷ്ടക്കാർക്ക് വായ്പകൾ വാരിക്കോരി നൽകി. ഫോൺ ബാങ്കിംഗ് എന്നായിരുന്നു ആ കാലഘട്ടത്തെ ബാങ്കിംഗ് രംഗത്തുള്ളവർ വിളിച്ചിരുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ കൂടി വിളിച്ച് ഇന്നയാൾക്ക് ലോൺ നൽകണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകും. വിജയ് മല്യ 8,000 കോടി രൂപയുടെ ലോൺ എടുത്തത് കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരിന്റെ കാലത്തായിരുന്നു. അതായത് 2004 2008. നീരവ് മോദി ലോൺ എടുത്തത് 2011 കോൺഗ്രസ് സർക്കാർ നിലം പതിച്ചതോടെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. ഇനി ഇന്നത്തെ ഇന്ത്യയിലെ ബാങ്കുകളെ, പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കാം. ഇന്ന് ഇന്ത്യൻ ബാങ്കിംഗ് രംഗം അതിശക്തമായ നിലയിലേക്ക് തിരിച്ചു വന്നു. RBIയുടെ രേഖകൾ പ്രകാരം ഇന്ത്യയിലെ ബാങ്കുകളുടെ നിലവിലെ കിട്ടാക്കടമായ NPA കഴിഞ്ഞ 12 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഗ്രോസ് NPA 2.8%, നെറ്റ് NPA 0.6%. തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം 2018 14.58% എന്ന അപകടകരമായ നിലയിൽ ഉയർന്നുവെങ്കിൽ ഇന്നത് 4.97% മാത്രമാണ്. തട്ടിപ്പും അഴിമതിയും മൂലം പൊതുമേഖലാ ബാങ്കുകൾ വൻ നഷ്ടത്തിലേക്ക് മൂക്കുകുത്തുകയും മൂലധനമായ ക്യാപിറ്റൽ പരിതാപകരമായ നിലയിൽ എത്തുകയും ചെയ്തു. 2015 പൊതുമേഖലാ ബാങ്കുകളുടെ മൂലധന പര്യാപ്തത അല്ലെങ്കിൽ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ CAR 11.45% ആയിരുന്നു. കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് മൂലധനം നൽകുകയും കിട്ടാക്കടങ്ങൾ തിരികെ പിടിക്കാൻ നിരവധി നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തതോടെ ബാങ്കുകളുടെ CAR ഉയർന്ന് 15.43% എന്ന ശക്തമായ നിലയിലെത്തി. ബാങ്കുകളുടെ ആകെ വായ്പ 2014 61 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് 175 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്നു. 54 കോടി പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും സർക്കാർ സഹായങ്ങളും പദ്ധതി ഫണ്ടുകളും അർഹരായ ആളുകളിൽ തന്നെ എത്തുന്നുവെന്നും ഉറപ്പാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം 1.41 ലക്ഷം കോടി രൂപയായി ചരിത്രം സൃഷ്ടിച്ചു. കഴിഞ്ഞ 3 വർഷം 61,964 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാരിന് ലാഭവിഹിതം മാത്രം നൽകിയത്. ബാങ്ക് ബ്രാഞ്ചുകളുടെ എണ്ണം 2014 1,17,990 ആയിരുന്നുവെങ്കിൽ ഇന്ന് 1,60,501 ബാങ്ക് ബ്രാഞ്ചുകളുണ്ട്. അതിൽ 1 ലക്ഷം ബാങ്ക് ബ്രാഞ്ചുകളും ഗ്രാമീണ സെമി അർബൻ മേഖലകളിലാണ്. ഇതൊന്നും ഒരു മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല. അവരെ സംബന്ധിച്ച് പരമാവധി വ്യാജ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. വിജയ് മല്യയുടെ ലോൺ ആദ്യം തിരിച്ചുപിടിക്ക്, എന്നിട്ട് ഞങ്ങളെടുത്ത ലോൺ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞു നടന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വായ്പയൊക്കെ എടുത്ത് വിദേശത്ത് പോയവരുടെ ശ്രദ്ധയ്ക്ക് വിജയ് മല്യയുടെ ലോൺ കിട്ടാക്കടമാകുമ്പോൾ ഏതാണ്ട് 6,200 കോടി രൂപയായിരുന്നു തിരിച്ചടക്കാൻ ഉണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തത് വിജയ് മല്യയുടെ 14,131 കോടി രൂപയുടെ സ്വത്തുക്കളാണെന്ന് ഓർക്കണം.
നാട്ടിലെ സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും മാധ്യമങ്ങളുടെയും വാക്കും കേട്ട് ബാങ്കിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാതിരിക്കരുത്. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. ഇനിയിപ്പോൾ വിജയ് മല്യയുടെ പേര് പറഞ്ഞ് മോങ്ങാൻ പറ്റില്ലല്ലോ നാഥ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.